ഹായ്, ഞാൻ ധന്യ. ഡിയർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റിയായ ഒരു ചിക്കൻ സ്റ്റൂ ആണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിലേക്കായി 250 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. എല്ലുള്ള ചിക്കനാണ്, ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയത്. ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക് ചതച്ചത്, കുറച്ച് കുരുമുളക് പൊടി, ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത്, ഇനി ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ക്യൂബായിട്ട് കട്ട് ചെയ്തത്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. ഒരു തണ്ട് കറിവേപ്പില കൂടി ഇടുന്നത് നല്ലതാണ്, ഞാൻ ഇടാൻ വിട്ടുപോയിരുന്നു. നന്നായി മിക്സ് ചെയ്ത് അല്പം വെള്ളം കൂടി ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കാം. മാക്സിമം 2 വിസിൽ മതിയാവും. ചിക്കൻ വേഗം വേവും. ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തത് അതിട്ട് കൊടുക്കാം. അതൊന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് ചെറുതായി വഴറ്റിയതിന് ശേഷം ഒരു 3-4 അല്ലി വെളുത്തുള്ളി, അത് വെളുത്തുള്ളി നിർബന്ധമില്ല, എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി സ്ലൈസ് ചെയ്തത്, 2 പച്ചമുളകും കുരുമുളക് പൊടിയും മാത്രമേ ഇതിൻ്റെ അകത്ത് എരിവായിട്ടുള്ളൂ. അപ്പോൾ കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർക്കാം. 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അതും ഒരു 1/4 കപ്പ് ഗ്രീൻ പീസ്, ഞാനിവിടെ ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഉണങ്ങിയ ഗ്രീൻ പീസാണ് എടുക്കുന്നതെങ്കിൽ അത് കുതിർത്ത് വേവിച്ചതിന് ശേഷം വേണം ഇതിലേക്ക് ചേർക്കാൻ. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം ചിക്കനും പൊട്ടറ്റോയ്ക്കും ഉപ്പിട്ട് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഇതിനാവശ്യമായ ഉപ്പ് മാത്രം നോക്കിയിടുക. ഇനി നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു 2 മിനിറ്റ് അടച്ചു വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം വേവിച്ച് വെച്ചിരുന്ന ചിക്കനും പൊട്ടറ്റോയും ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായി മിക്സ് ചെയ്യാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് ഒരല്പനേരം അടച്ചു വെച്ച് വേവിക്കാം. ഞാൻ പൊട്ടറ്റോ ഒന്ന് ചെറുതായി ഉടച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് കാണിക്കാൻ വിട്ടുപോയി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1.5 കപ്പ് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ നോക്കിയിട്ട് അല്പം ഇട്ട് കൊടുക്കുക. ഇനി ഈ രണ്ടാം പാൽ ഒന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ തുറന്നു വെച്ച് വേണം വേവിക്കാൻ. രണ്ടാം പാൽ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3/4 കപ്പ് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരു തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. അതൊഴിച്ച് നന്നായി ഇളക്കി
നന്നായി ചൂടായി വരുമ്പോൾ അതായത് തിളയ്ക്കുന്നതിന് മുൻപ് നമുക്ക് ഓഫ് ചെയ്യാം. അതിനുശേഷം അല്പം ഗരം മസാലയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി മറ്റൊരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യുടെ രുചി താല്പര്യമില്ലാത്തവർക്ക് എണ്ണ ഒഴിച്ചാലും മതി. അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്യാം. കാഷ്യൂനട്ട് ഒന്ന് റോസ്റ്റായി വരുമ്പോൾ കുറച്ച് കിസ്മിസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് സ്റ്റൂവിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റിയായ ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പത്തിൻ്റെ കൂടെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ചിക്കൻ സ്റ്റൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അടുത്ത റെസിപ്പിയിലൂടെ വീണ്ടും കാണാം.